ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി കേക്കാണ്. നല്ലൊരു എന്താ പറയുക, നല്ല ജ്യൂസി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള, മുകളിലെ ഗനാഷും ഉള്ളിലുള്ള കേക്കൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബേസ് ആദ്യം തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് എല്ലാ സൈഡും ഒരുപോലെ മിക്സായി കിട്ടാനും പിന്നെ നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. അപ്പോൾ നെസ്കഫേയുടെ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വിട്ടതാണ്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 3 മുട്ടയുടെ വെള്ളയിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ ഇങ്ങനെ പൊങ്ങി വന്നത് താണു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാറ്ററൊക്കെ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ 10 മിനിറ്റ് നമ്മുടെ തട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിലാണെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ലവ് മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. റൗണ്ട് മോൾഡിൽ ചെയ്തെടുക്കുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാവാൻ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആക്കുന്ന സമയത്ത് ബാറ്ററി കുറച്ച് തിക്കായിട്ട് തോന്നിയാൽ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് നന്നായിട്ട് ചൂടായ തട്ടിലേക്ക് കേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 50 മിനിറ്റ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഓവനിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ക്രീമിലേക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ 1 മണിക്കൂർ മുന്നേ ഞാനൊരു ബൗളും വിസ്കും ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ബൗളും വിസ്കും ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത കേക്കിന് മുകളിലേക്ക് നമ്മുടെ വെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ പാലിൽ 1/4 കപ്പ് പാലിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട് ഞാൻ പാലിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് വെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് മുകളിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്ന് നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് ഒരുപോലെ ആക്കി കൊടുക്കുക. അതിന് മുകളിൽ കാഷ്യൂവും ബദവും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നട്ട്സും ചോക്ലേറ്റ് സിറപ്പൊക്കെ ഓപ്ഷണലാണ്. അതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ലെയറും കൂടി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കാഷ്യൂം അതൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ കേക്കാണ്. മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറായ മൂന്നാമത്തെ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലവ് മോൾഡ് ഇല്ലാതെ തന്നെ നമുക്ക് സ്ക്വയർ മോൾഡിലോ റൗണ്ട് മോൾഡിലോ ഒക്കെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ലെങ്കിൽ താഴെ ആയാലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ താഴെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു 20-25 മിനിറ്റൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലും ഒന്ന് ഒരുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ മുന്നേ ആരോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ക്രീമും കൂടി വെച്ച് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ക്രീം വെച്ച് കൊടുക്കണമെന്നില്ല, നല്ല തിക്കായിട്ടുള്ള നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണെങ്കിൽ വെച്ച് കൊടുക്കണമെന്നില്ല. അഥവാ നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് താഴെയാണെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം ഞാൻ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേക്കിനെ. അപ്പോൾ നമ്മുടെ ബോർഡിന് സൈഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ക്രീം ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഗനാഷും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയായി. അപ്പോൾ ഒന്ന് നീറ്റാക്കി എടുത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ക്രീം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗനാഷ് കുറച്ച് തണുത്ത് വന്നാൽ മാത്രം കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ക്രീം മെൽട്ടായിട്ട് കേക്ക് മൊത്തത്തിൽ അങ്ങ് കൊളായി കിട്ടും. അപ്പോൾ എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നോസിലിൽ കുറച്ച് ക്രീം ബാക്കിയുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റിയുള്ള സിമ്പിൾ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം 1 kg വെയിറ്റൊക്കെ വരുന്ന കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത നല്ല നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.